എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 65,132. വഴിക്കടവിലും നിലമ്പൂർ നഗരസഭയിലും ഭൂരിപക്ഷം 10,000 കടന്നു. 1,40,273 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ UDF 95,043 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് 29,911 വോട്ടുകളും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 13,555 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വഴിക്കടവ് 12,328, മൂത്തേടം 7,501, എടക്കര 7,255, പോത്തുകൽ 5,855, ചുങ്കത്ര 8,976, നിലമ്പൂർ നഗരസഭ 10,510, കരുളായി 5,182, അമരമ്പലം 7,526 എന്നിങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം 71.38 ആയിരുന്നു. പോൾ ചെയ്ത 1,61,318 വോട്ടുകളിൽ രാഹുൽ ഗാന്ധിക്ക് 99,325 വോട്ടുകളും LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് 42,962 വോട്ടും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് 17,520 വോട്ടുകളുമാണ് ലഭിച്ചത്. 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോൾ ചെയ്ത 1,61,318 വോട്ടുകളാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ 1,40,232 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. 20,988 വോട്ടുകളുടെ കുറവാണ് വന്നത്. UDFന് 4,300 വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായതെങ്കിൽ LDFന് 13,051 വോട്ടിന്റെയും NDA സ്ഥാനാർത്ഥിക്ക് 3,965 വോട്ടിന്റെയും കുറവുണ്ടായി. 2019 രാഹുൽ ഗാന്ധി കന്നി അംഗത്തിന് മത്സരിച്ചപ്പോൾ നിലമ്പൂരിൽ 77.54% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പോൾ ചെയ്ത വോട്ടിൽ 1,61,146 വോട്ടുകളിൽ രാഹുൽ ഗാന്ധിക്ക് 1,38,062 വോട്ടും LDF സ്ഥാനാർത്ഥി PP സുനീറിന് 42,202 വോട്ടും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് 10,719 വോട്ടും നേടിയിരുന്നു. 61,660 വോട്ടുകളുടെ ലീഡാണ് അന്ന് രാഹുൽ ഗാന്ധി നേടിയത്. 1965 നിലവിൽ വന്ന നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്. 3/2 ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ 10,510 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. LDFന് ഇത് കനത്ത തിരിച്ചടിയായി മാറി. PV അൻവർ MLAയെ പിന്തുണക്കുന്നവരുടെ വോട്ടും നിലമ്പൂരിൽ UDFന് ലഭിച്ചതാണ് LDFന്റെ വലിയ വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എ+ വിഷൻ നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.